മകരജ്യോതി ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ ശബരിമല സന്നിധാനത്ത് ആരംഭിച്ചു. മകരജ്യോതി കാണാനെത്തുന്ന തീർത്ഥാടകരുടെ തിരക്ക് മൂലം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ബാരിക്കേഡ്, കുടിവെള്ളം, വെളിച്ചം എന്നിവ ക്രമീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. തീർത്ഥാടകർ തങ്ങുന്ന സ്ഥലങ്ങളിലെ കാട് തെളിക്കൽ കഴിഞ്ഞു. ബാരിക്കേഡിനുള്ള തൂണുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. പാണ്ടിത്താവളം മേഖലയിൽ കുടിവെള്ളം ലഭ്യമാക്കാൻ 100 സ്ഥലങ്ങളിൽ താൽക്കാലിക പൈപ്പ് ലൈൻ നിർമ്മിച്ച് ടാപ്പുകൾ സ്ഥാപിച്ചു. തിളപ്പിച്ചാറ്റിയ ചുക്കുവെള്ളം വിതരണം ചെയ്യുന്നതിനായി പാണ്ടിത്താവളത്തിൽ 6 കേന്ദ്രങ്ങളിൽ പുതിയ കൗണ്ടറുകൾ ഉണ്ടാകും. ഇതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ചുക്കുവെള്ളത്തിനൊപ്പം ബിസ്ക്കറ്റ് വിതരണവുമുണ്ട്. BSNL ഓഫീസിന് എതിർവശത്തായി അടിക്കാട് തെളിച്ച് മകരജ്യോതി ദർശനത്തിനായി അയ്യപ്പന്മാർക്ക് സൗകര്യമൊരുക്കും. അവിടെയും ബാരിക്കേഡുകൾ സ്ഥാപിച്ച് അപകടാവസ്ഥയും ഒഴിവാക്കും. വനമേഖലയിൽ പർണശാല കെട്ടാൻ അനുവദിക്കില്ലെന്ന് വനം വകുപ്പ് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. ഉരക്കുഴി ഭാഗം മുതൽ പാണ്ടിത്താവളം ജലസംഭരണി വരെ ആവശ്യത്തിന് വെളിച്ചം നൽകാൻ KCB ലൈറ്റുകൾ സ്ഥാപിച്ചു. ജ്യോതി കാണാൻ കാത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ പാചകം അനുവദിക്കില്ല. ഇതിനു പകരമായി തീർത്ഥാടകർക്ക് ഭക്ഷണം ലഭ്യമാക്കാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. 13-നും 14-നും പാണ്ടിത്താവളത്തിൽ സൗജന്യ ഭക്ഷണ വിതരണമുണ്ടാകും. മണ്ഡല മകരവിളക്ക് മഹോത്സവം പ്രമാണിച്ച് പരമ്പരാഗത കാനനപാത വഴിയുള്ള അയ്യപ്പ ഭക്തരുടെ യാത്ര എരുമേലി വഴി ജനുവരി 13-ന് വൈകുന്നേരം 6 മണി വരെയും, അഴുതക്കടവ് വഴി ജനുവരി 14-ന് രാവിലെ 8 മണി വരെയും, മുക്കുഴി വഴി രാവിലെ 10 മണി വരെയും മാത്രമേ അയ്യപ്പ ഭക്തരെ കടത്തിവിടുകയുള്ളൂ എന്ന് കേരള വനം വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്.